ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ശബ്ദമെത്തി നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എൻ ഓട്ടം ഓടിത്തീകപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എൻ ഓട്ടം ഓടിത്തീകപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ. കർത്താവിൻ്റെ സ്നേഹം ആവശ്യമുള്ളവർ നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ
കൊതിയായി. ഒരിക്കൽ കൂടെ ശബ്ദമെടുത്ത് സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. അത് മുട്ടോളമല്ല അരയോളം പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ എൻ രക്ഷക, യേശുവേ എൻ സ്നേഹിത, യേശുവേ എൻ ജീവനെ എൻ ആത്മസഖേ. യേശുവേ എൻ രക്ഷക, യേശുവേ എൻ സ്നേഹിത, യേശുവേ എൻ ജീവനെ എൻ ആത്മസഖേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ. ഒരു നിമിഷം ആയിരപ്പണങ്ങളെ വിട്ട് എഴുന്നേറ്റെന്ന്. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ കഴിയാതെ വണ്ണമുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജനം കടന്നു ചെല്ലട്ടെ. ദൈവസ്നേഹത്താൽ ജനം നിറയട്ടെ. ദൈവിക ഇൻഡ്യുമസിയാൽ ജനം നിറയട്ടെ. അങ്ങേ വിട്ടു പിരിയാൻ കഴിയാത്ത ഒരു നിമിഷം പോലും, ദൈവത്തെ വിട്ടകലുന്ന ഒരു സെക്കൻഡ് പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതെ വണ്ണം ഈ ജനത്തിന്റെ മേൽ ദൈവ സ്നേഹത്താൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവിക അഭിഷേകത്താൽ, ദൈവിക മഹത്വത്താൽ നിറയട്ടെ. ദൈവിക മഹത്വത്താൽ നിറയട്ടെ. ദൈവിക മഹത്വത്താൽ നിറയട്ടെ. ദൈവിക മഹത്വത്താൽ നിറയട്ടെ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും
നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നു. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായി. യേശു അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉയരവും ഞങ്ങൾക്ക് ആരായുവാൻ കൊതിയാകുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടും. ശബ്ദമുയർത്തി, മുട്ടോളം അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം എത്ര അനുഭവിച്ചാലും, എത്ര നമ്മൾ തിരിച്ചറിഞ്ഞാലും അത് അളക്കുവാനോ ഒന്നിനും ഇതേ കവിയുവാനോ അതിന് കഴിയുകയില്ല. ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന്, ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും എത്രയെന്ന്, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവവുമായി വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു ബന്ധം, ദൈവവുമായി വിട്ടു അകലാത്ത ഒരു നിമിഷം വല്ലേ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ ദൈവസ്നേഹത്തിൻ്റെ കീഴിൽ നിങ്ങളെ തന്നെ ആക്കിയാട്ടെ. ഈ ലോകത്തെന്ത് നേടാൻ കഴിഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഹൈ പൊസിഷൻ ഉപജീവന മാർഗത്തിലായിരുന്നാലും, ഉന്നത പദവിയിലിരുന്നാലും, നിങ്ങളിൽ ദൈവസ്നേഹമില്ലെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതൊക്കെ വെറും ശൂന്യമാണ്. ഈ ലോകത്തു നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ അതുവരെ മാത്രമേ ഈ ലോകത്തിൽ കാണുന്ന ഓരോ പദവിയും ഓരോ നന്മകളും നമ്മോടൊപ്പം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അതിൽ അപ്പുറത്ത് നിത്യായുഗം വാഴുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശമാക്കുവാൻ ഭൂമിയിൽ തൻ്റെ പുത്രനെ നമുക്കായി അയച്ച് അവസാന തുള്ളി രക്തവും നമുക്കായി ചിന്തി എൻ്റെ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, ശാപത്തിൻ്റെ പരിഹാരത്തിനായി
രോഗസൗഖ്യങ്ങൾക്കായി എല്ലാത്തിനുമായി കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ചു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരണത്തെ പൊളിച്ച് പൈശാചിക മണ്ഡലത്തെ പൊളിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ, കല്ലറകളെ പൊളിച്ചുയർത്തെഴുന്നേറ്റെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ്. നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ആ ദൈവസന്നിധി നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ദൈവത്തിന് പകരം വയ്ക്കുവാനായി ഒന്നുമില്ല പ്രിയരെ. കർത്താവിനെ പോലെ തുല്യം ചൊല്ലുവാൻ, തുല്യം പറയുവാൻ മറ്റൊന്നുമില്ല. കാരണം അവൻ ആദ്യനാണ്, അന്ത്യനാണ്, തുടക്കവും അവസാനവും എല്ലാം ദൈവമാണ്. കർത്താവ് നല്ലവനായി നിങ്ങളെ കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനെ ഓർത്ത്, കർത്താവ് നിങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത്, തൻ്റെ സ്നേഹത്താൽ കരുതിയ വിധങ്ങളെ ഓർത്ത്, ഇന്ന് പകലിൽ വീഴ്ചകൾ വന്നിട്ടും, തകർന്നു പോകുന്ന സാഹചര്യം വന്നിട്ടും നിങ്ങളെ സംരക്ഷിച്ച കർത്താവ് 100 ആടിൽ 1 ആടിനെ കാണാതെ പോയപ്പോൾ ബാക്കി 99 ആടിനെ വിട്ട് ആ 1 ആടിനെ തേടി ഇടയൻ പോയതുപോലെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, ഞാൻ നിന്നെ തേടി വന്നതാണ്. നീ എന്നിൽ നിന്ന് അകന്നിട്ടും ഞാൻ ഇന്ന് നഗതാരെ നിന്റെ പുറകെ ഞാനുണ്ട്. കർത്താവിൽ നകന്ന ഏതെങ്കിലും മേഖലകൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനായി പൂർണ്ണമായി നിങ്ങളെ സമർപ്പിച്ചാട്ടെ. തിരിച്ച് ദൈവ സ്നേഹത്തിലേക്ക് കയറിയാട്ടെ. ഉടയനായ പുത്രൻ അപ്പൻ്റെ സ്വത്തെല്ലാം വാങ്ങി കൂട്ടുകാരോട് ദൂത്തർച്ച് തീർച്ചപ്പോൾ തൻ്റെ മകൻ്റെ വരവും കാത്ത് ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തു നിന്ന ആ നല്ലൊരപ്പൻ സ്വർഗത്തിലെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി, കർത്താവ് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഹൃദയം കൊണ്ടോ വായുകളെ തുറന്നോ കർത്താവിനോട് അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ, ഞാൻ എന്താകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവോ അപ്രകാരമായി തീരുവാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കുള്ള സകലതിനെയും അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നത് മുന്നേ എന്നെ കണ്ട കർത്താവേ, ഞാൻ എന്താകുമെന്നും എങ്ങനെ ആയിരിക്കുമെന്നും അറിയാവുന്ന കർത്താവേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നവർ ദൈവത്തിൻ്റെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല പ്രിയരെ. നീ എവിടെ ചെന്നൊളിച്ചാലും ആ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. നീ എവിടേക്ക് അകന്ന് പോയാലും ദൈവത്തിൻ്റെ കണ്ണ് നിൻ്റെ കൂടെയുണ്ട്. എന്നെ നിങ്ങളെയും സംരക്ഷിക്കുവാനായി ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിച്ച് ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി
ആ നല്ല കർത്താവിന് ആരാധന കൊടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ തേജസ്സിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ തേജസ്സിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥ്യനാമന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥ്യനാമന്യനാം നായകൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവാൻ വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നു. നമ്മുടെ പ്രത്യാശ അവൻ രാജാവാൻ വാനിൽ വെളിപ്പെടുമ്പോൾ നാം അവനിടം പറന്നുയരും. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ
അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാമന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാമന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. Rianda shatala ribarata rimoroto rikalata ribalata ratarala shatala ribalata rimoloto vaidara tara rikalata rimanaga turabala vaidavarata garata bala shamdara le toro loto rikalata rimanata rimoloto shetele ribalata rala turabala rimanaga turabana vaidavarata gala turabana gadam लेशेटेरी बालातारी मोलोजो वैडबराता सुरबलरिमनक दुरिमिरियांतरलांतरला शैडबरातरलांतुरबारगदारमना ले बोलो थोरो लोतो शटालारी मोलोजो वैडबराता सुरमना रगडग रगतररिमनक दुरिमिरिबिरिबिरिगदुलनमुनो श्मांडललांतरलांतरलारिबरा सुरमना वैडारगदम ले बोलो तो चूडाला थारालाता ले माना थारा रिकलरांतरलांतुरबारे मना सुरबला वैडारबला ले बोलो श्मंडाला रिमोरो दोरोलो रिकलरांतरलांतरलांतुरबारे मना सुरमना वैडारबला सुरमना वैडाരം എല്ലാ മടുപ്പുകളും മാറട്ടെ, എല്ലാ മന്ദതകളും മാറിപ്പോകട്ടെ. ദൈവ സാന്നിധ്യം ആ മേഖലകളിൽ ചലിക്കട്ടെ. ദൈവിക അഭിഷേക മേഖലകളിൽ ചലിക്കട്ടെ. ജനത്തിന്റെ ഹൃദയത്തെ തുറക്കട്ടെ കർത്താവ്. ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ആത്മമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ആത്മമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ലേബ്രക ജീമന യാന്തര ലമനക തുറമനെ ചിലത് അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് അഴിയപ്പെടട്ടെ. ചിലത് വിട്ടുമാറട്ടെ. ചിലത് പണിയപ്പെടട്ടെ. ലേബ്രക നിയാന്തര മനയാ തുരിമിനിയ ലേബ്രകോ ധൂബല യാന്തര ലമനക തുരിമിനിയ ശ്വേറ്റ ലേബ്രകോ യാന്തര ലമനക തുരവലയ ലേമന കരമന രമനക തുരിമിനിയ Balarati manayanteria vaidabara turimilia leboro shbelianteria യേശുവിന്റെ നാമത്തിൽ റീസ്റ്റോറേഷനുകൾ സംഭവിക്കട്ടെ. അഴിയേണ്ടത് അഴിഞ്ഞു മാറട്ടെ. തകരേണ്ടത് തകരട്ടെ. പണിയപ്പെടേണ്ടത് പണിയപ്പെടട്ടെ. നിലനിൽക്കേണ്ടത് നിലനിൽക്കട്ടെ. കർത്താവ്, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, വലിയ ദൈവ പ്രവർത്തിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, വലിയ കൈമാറ്റങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് ദൈവസ്നേഹത്താൽ ഞങ്ങളെ വഴി നടത്തിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. കർത്താവ്, അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ശബ്ദമുയർത്തി രാമയം പറഞ്ഞേ. ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത കരങ്ങളടിച്ച്. കീർത്തനങ്ങൾ 126 നമുക്ക് ചേർന്ന് വായിക്കാം.
സങ്കീർത്തനങ്ങൾ 126 നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. യഹോവ സിയോനിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ. കണ്ണീരോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഇവിടെ സങ്കീർത്തനങ്ങൾ 126 പറയുന്നത്, യഹോവ സിയോനിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. യഹോവ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് മടക്കിക്കൊണ്ട് അവരുടെ അടിമത്തത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരുന്നു. നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, അവരുടെ വായിൽ ചിരിയും അവരുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ വൻ കാര്യങ്ങളെ അവർക്ക് വേണ്ടി ചെയ്തിരുന്നുവെന്ന് അവർ ജാതികളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. നാമും നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് ആകുന്നതിന് മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാമും ലോകത്തിൻ്റെയും പിശാചിൻ്റെ പിടിയിൽ ആയിരുന്നവരായിരുന്നു. നമ്മളെ വിടുവിപ്പാൻ ആരുമില്ലാതെ നമ്മൾ കഷ്ടതയിലായിരുന്നവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവം നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നപ്പോൾ നാമും അവരെ പോലെയായിരുന്നു, സന്തോഷമുള്ളവരായിരുന്നു. നാമും ദൈവത്തെ അന്ന് ആത്മാർത്ഥമായി ആരാധിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരോടും ജാതികളുടെ ഇടയിലും നാമും പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, നാം ഇപ്പോഴും ദൈവത്തെപ്പറ്റി അന്ന് നാം മറ്റുള്ളവരോട് സംസാരിച്ചതുപോലെ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്കിന്ന് പകൽക്കാലം ശോധന ചെയ്യാം. ദൈവം നമുക്ക് തന്ന വിടുതലിനെ നാം ഇപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടോ, നമ്മൾ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്നുണ്ടോ എന്ന് നമുക്കിന്ന് ചിന്തിക്കാം. നാം അങ്ങനെ ഒരിക്കലും പിന്നോട്ട് പോകാതെ വണ്ണം ഇനിയും മറ്റുള്ളവരോട്, ജാതികളോട്, ലോകപരമായി ജീവിക്കുന്നവരോട് കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ വിടുതലുകളെയും, കർത്താവ് നമ്മളെ ലോകപരമായ ജീവിതത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സാക്ഷ്യം പറയാം. അപ്രകാരം ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം. നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയങ്ങളുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ ആദരങ്ങളെ ചലിപ്പിച്ച് വായി തുറന്ന് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നല്ല പ്രഭാത വേളയ്ക്കായി നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവേ ഞങ്ങളെ നടത്തിയ വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് കണ്ട ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഈ ആഴ്ചയും ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം അങ്ങ് അവസരമൊരുക്കി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ആഴ്ച കർത്താവേ, ഒരാഴ്ച ഘട്ടകാലം കർത്താവേ, ഞങ്ങൾ കണ്ട അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഇത്രത്തോളം അങ്ങ് കാത്തുപരിപാലിച്ച് അങ്ങയുടെ കൃപയിൽ കർത്താവെ നിർത്തിയിരിക്കുന്ന അവൻ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയെ വാഴ്ത്തുന്ന നാഥ കർത്താവെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് ഈ കർത്താവെ സഭ ആരാധനയായി ഞങ്ങൾ ആരംഭിച്ചിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അധികമായി വെളിപ്പെട്ട് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്ന കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ നടത്തിപ്പിനാൽ തന്നെ കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണം
ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് വരെ കണ്ടതല്ല കർത്താവേ, പുതിയതായി ഇന്ന് ഈ കർത്താവേ ഈ ആരാധന മധ്യേ കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ കൊതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൃപയും കൊണ്ട് മൂടപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഈ ആഴ്ചയും തുടർമാനമായിട്ട് അത് പഠിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഹല്ലേലൂയ ഞങ്ങളെ അങ്ങ് നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഉണർവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ അങ്ങ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വരുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവിധമായ ആവശ്യമായ കടന്നു വരുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവിടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് അങ്ങ് നിവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗബന്ധനങ്ങളാൽ കടന്നു വന്ന മക്കളുണ്ട് കർത്താവേ. അവർക്ക് അങ്ങ് ആശ്വാസവും വിടുതലും അങ്ങ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരെ അങ്ങ് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യം അവരുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവിടെ ഉപജീവന മാർഗ്ഗങ്ങൾ, വാഹനയാത്രകൾ എല്ലാ മേഖലയിലും അങ്ങ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കിയാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത് 30, 60, 100 മേനിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളയുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് നടക്കുന്ന കർത്തൃമേശ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശുദ്ധിയോടെ വേർപാടോടെ അതിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. പാട്ടുകൾ പാടി കർത്താവെ ആരാധിച്ച മക്കളെ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ചെയ്ത മകനെയും കീബോർഡ് വായിച്ച മകനെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സങ്കീർത്തന പ്രബോധനം നടത്തിയ സഹോദരി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കർത്താവെ. ശോഭ വരുന്ന ആളുകളിൽ അനേക ഇടങ്ങളിൽ കർത്താവെ അങ്ങയുടെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം ആ സഹോദരി അങ്ങ് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇനി അനേക മക്കൾ ദേശങ്ങളിൽ നിന്ന് കർത്താവെ ഈ സഭയിലേക്ക് കടന്നു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവ് ആകർഷിച്ചിട്ട് പുത്രൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ള ജനം കർത്താവെ ഈ സഭയിലേക്ക് കടന്നു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വരുന്നവിടെ ഉള്ളങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. അങ്ങേ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള കൃപകൾ കർത്താവെ അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തെ കർത്താവെ ഇത്രയും വർഷക്കാലം ഞങ്ങളെ അങ്ങ് നിർത്തിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഈ ദേശത്ത് നിന്ന് കർത്താവെ അനേകം മക്കൾ കർത്താവെ ഈ സഭയിലേക്ക് കടന്നു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ മൂടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തുടർന്ന് നടക്കുവാനിരിക്കുന്ന ഓരോ ശുശ്രൂഷകളെ അങ്ങ് ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞു കൊള്ളണം കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ തന്നെ കർത്താവെ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയങ്ങളായിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉണർവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലെ അങ്ങ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ 5 ആഴ്ചകൾ നമ്മൾ കേട്ടു. ഈ ആഴ്ചയും അതുതന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തിരുവചനത്തിനകത്ത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിലുപരിയായി പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യത്തെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കേട്ടു. പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്നും, പരിശുദ്ധാത്മാവ് കാറ്റാണെന്നും, പരിശുദ്ധാത്മാവ് വെള്ളമാണെന്നും, തിരുവചനത്തിനകത്ത് വെള്ളം, കാറ്റ്, അഗ്നി, ഇങ്ങനെ 3 പേരുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാദൃശ്യത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഞാൻ പഠിപ്പിക്കുകയുണ്ടായി. ഇതിനകത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ ബാക്കി പരിശുദ്ധാത്മാവിനെ എണ്ണയായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാവായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അച്ചാരമാണെന്ന് അല്ലെങ്കിൽ മുദ്രയാണെന്ന് തിരുവചനം പറയുന്നു. പരിശുദ്ധാത്മാവ് വീഞ്ഞെന്ന് തിരുവചനം പറയുന്നു. ഇതെല്ലാം ഒരു ആത്മാവാണ്. ആ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് പല രീതിയിൽ
പല സ്ഥലത്ത് വെളിപ്പെട്ടപ്പോൾ പല രീതിയിൽ അത് എഴുതിയിരിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷെ ഓരോ സ്ഥലത്തും താൻ എന്ത് പേരിലാണോ വെളിപ്പെട്ടത് ആ പ്രവൃത്തി അതിനകത്ത് കർത്താവ് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വീഞ്ഞ് എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അത് 12-13 വാക്യങ്ങൾ. ആ മാളിക മുകളിൽ കാത്തിരുന്ന 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സമയത്ത് അവർ പുതിയ ഭാഷകൾ സംസാരിച്ചു. അവിടെ 2 ഭാഷ വെളിപ്പെട്ടു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഒന്ന് അവിടെ കൂടി വന്നവരുടെ ഭാഷയിലും സംസാരിച്ചു. മറ്റൊന്ന് അവർക്ക് ദൈവം കൊടുത്ത ഭാഷ, അതായത് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ഭാഷയും സംസാരിച്ചു. ഈ വീഞ്ഞിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സഭയ്ക്കകത്ത് ഒരു വ്യക്തിക്കുണ്ടായാൽ 2 ഭാഷയിൽ അവന് ഉള്ള ലാംഗ്വേജ് പോയിട്ട്, ഇപ്പോൾ എൻ്റെ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ ദൈവസാന്നിധ്യം വരുമ്പോൾ അന്യഭാഷ എന്ന് പറയുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. ഈ അന്യഭാഷ പലപ്പോഴും അവിശ്വാസികൾക്ക്, ലോകപരമായി ജീവിക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷനാണ്. ഹല്ലേലൂയ. പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അന്യഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വാക്കാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പം ബബ അങ്ങനെ ഒരു ചെറിയ വാക്കായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കാം. എന്ത് വാക്ക് കിട്ടിയാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ ഭൗതിക പ്രാർത്ഥനയേക്കാൾ ഉപരിയായി ആത്മീകമായി പ്രാർത്ഥിക്കുവാൻ അന്യഭാഷ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. അത് നിങ്ങളെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അറിയില്ല, ദേശത്തിനറിയാൻ പറ്റില്ല. നിങ്ങളെ ശോധന ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ ശോധന ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ എന്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മനസ്സിലാവും. പക്ഷെ ദേശത്തിൻ്റെ മുന്നേ ഈ ഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അത് ഒരു ആക്ഷേപമായി മാറാം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആരും അന്യഭാഷ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ള ദൈവസാന്നിധ്യത്തോടെ ആരാധിക്കുന്നവരെ ആക്ഷേപിക്കരുത്. അത് മറ്റൊരു തലത്തിൽ ബുദ്ധിമുട്ടായി ഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന ഈ വീഞ്ഞിൻ്റെ അനുഭവം, അതായത് ഇതിനകത്ത് പറയുന്ന എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതു വീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു. ഹല്ലേലൂയ. 120 പേർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, കർത്താവിൽ നിന്ന്, പിതാവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും ഏകദേശം 50 ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് 50-ാം നാളിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നത്. തിരുവചനത്തിൻ്റെ പണ്ഡിതന്മാർ, പഠിപ്പിക്കുന്ന വ്യക്തികൾ പറയുന്നത് ഏകദേശം 10 ദിവസമാണ് അവർ മാളിക മുകളിൽ ഇരുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ചെറിയ കണക്കെന്നേ ഉള്ളൂ. പക്ഷെ 50 ദിവസമാണ്, അതായത് പെന്തക്കോസ്ത് നാളെന്ന് പറഞ്ഞാൽ 50 ദിവസമാണ്. കർത്താവിൻ്റെ പെസഹ ശുശ്രൂഷയും കർത്താവിൻ്റെ ക്രൂശമരണവും അതെല്ലാം കഴിഞ്ഞ ശേഷം പെസഹ ശുശ്രൂഷ മുതൽ എണ്ണി വരുമ്പോൾ 50-ാം നാളാണെന്ത്? പെരുന്നാളായി ജനം ആഘോഷിക്കുന്നതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പോൾ അതിനകത്താണ് അവർ കാത്തിരുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. സഭയാണ് യേശുവിൻ്റെ ശരീരം. ഹല്ലേലൂയ. ഈ മന്ദിരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിനകത്താണ് ആരിറങ്ങി വരുന്നത്? ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അന്ന് മാളിക മുകളിൽ ഇറങ്ങി വന്ന് അവരുടെ മേൽ വാസം ചെയ്തെങ്കിൽ ഇന്ന് നമ്മുടെ മേൽ ഡയറക്റ്റ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽക്കാലവും കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നീ പെന്തക്കോസ്തുകാരനാകുന്നതല്ല, നീ പുതിയ നിയമസഭയായി മാറുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആ ദിവസം അതിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ, കർത്താവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 2 കാര്യങ്ങൾ നടന്നു. എന്തൊക്കെ നടന്നു? ഒന്ന്, അവർ അവിടെ കൂടി വന്ന വ്യക്തികളുടെ ഭാഷയിൽ സംസാരിച്ചു. ഇവർ യഹൂദന്മാരാണ്, അവരുടെ ഭാഷ മാത്രമേ അറിയാവൂ. പക്ഷെ അവിടെ കൂടി വന്ന അറബികളുടെയും മറ്റുള്ളവരുടെയും ലാംഗ്വേജിൽ അവർ സംസാരിച്ചു. അതിനെ മിഷണറി ഭാഷ എന്ന് പറയും. ഹല്ലേലൂയ. നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത വ്യക്തി, അല്ലെങ്കിൽ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത വ്യക്തി, അറബി അറിഞ്ഞുകൂടാത്ത വ്യക്തി, ഹിന്ദി അറിഞ്ഞുകൂടാത്ത വ്യക്തിയാകുന്ന നീ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ ഭാഷ, നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പുതിയ ഭാഷ നിൻ്റെ നാവിലൂടെ വരണമെങ്കിൽ ഉറപ്പായും വിശ്വസിക്കുക, നീ ഒരു മിഷണറിയാണ്. ആ ദേശത്തിലേക്ക് കർത്താവ് നിന്നെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ഈ നാളുകൾ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് അനേകം മിഷണറിമാർ
എഴുന്നേൽക്കും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകൾ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 4 മാസം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ 4 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കണം. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ രണ്ടാമത് അവർ സംസാരിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ഭാഷ. എന്താണ്? പിതാവായ ദൈവത്തോട് സംസാരിച്ച ഭാഷ. ഹല്ലേലൂയ. വീഞ്ഞ് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യം കുടിക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും, മദ്യത്തിൻ്റെ ലഹരിയിലായി കഴിഞ്ഞാൽ നാവ് കുഴയും, കൈകാലുകൾ കുഴയും. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവരെ പരിസരം പോലും നോക്കാതെ പലപ്പോഴും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടല്ലേ അങ്ങനെയുള്ള വ്യക്തികൾ. നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് നമ്മുടെ മേൽ വരുമ്പോഴും അതേ അനുഭവമാണ് ഉണ്ടാകുന്നത്. നമ്മൾ പരിസരം മറക്കും. സുബോധം പോകുന്നതല്ല, സുബോധം നഷ്ടപ്പെടില്ല, ബോധം കാണും. പക്ഷെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ദൈവവുമായൊരു ആത്മബന്ധമുണ്ടാകും. ആ ഒരു വീഞ്ഞിൻ്റെ അനുഭവം ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. ഒരുപാട് നാളുകൾ നമ്മൾ ഇതിനകത്ത് അത് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള ശുശ്രൂഷയുടെ മധ്യേ ഇതിനകത്തിരുന്ന ജനമെല്ലാം ഇതിനകത്ത് സൈലൻ്റ് ആയിരുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് ഇതിനകത്ത് വീഞ്ഞിൻ്റെ അനുഭവം കാണിച്ചു. ഹല്ലേലൂയ. ആ വീഞ്ഞിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ നോക്കില്ല. ഇന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് സുബോധത്തോടെ ഇരിക്കുകയാണ്. കരമടിക്കാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ കരമടിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യില്ല? കരം അടിക്കില്ല. നിങ്ങൾ കർത്താവിൻ്റെ സ്തോത്രം പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ സ്തോത്രം ചെയ്യില്ല. പക്ഷെ പുതിയ വീഞ്ഞിൻ്റെ അനുഭവത്തോടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾ പരസ്പരം മറന്ന് യേശുവിനെ ആരാധിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവോളം നിങ്ങളും കർത്താവുമായൊരു ആത്മബന്ധത്തിലേക്ക് വരും. നിങ്ങൾ എന്താണ് കർത്താവിനോട് പറയുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ കർത്താവും നിങ്ങളുമായും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എത്രയോ മണിക്കൂർ കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ ഇതെല്ലാം അനുഭവിക്കുവാനുള്ള കൃപ എനിക്ക് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ഉറപ്പായും പറയുന്നു, ഈ സഭയുടെ അകത്ത് ഇത് ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായും ആള് മാറിയവരെ പോലെ കർത്താവിൻ്റെ തിരുവചനത്തിനകത്ത് എന്തൊക്കെ നമ്മളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുഭവിക്കുന്ന വ്യക്തികളായി തീരണം. ഹല്ലേലൂയ. അടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനത്തിനകത്ത് സൂചിപ്പിക്കുന്ന സാദൃശ്യനാമമാണ് അച്ചാരം അല്ലെങ്കിൽ മുദ്ര. പരിശുദ്ധാത്മാവിനെ ഒരു മുദ്രയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മളൊരു വസ്തു വാങ്ങുന്നതിന് ഉടമ്പടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വസ്തുവിന് ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ നമ്മളെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. എന്തിനാണ് മുദ്രയിട്ടിരിക്കുന്നത്? ഞാൻ കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു മുദ്ര പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മേൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ തേജസ്സും പുത്രത്വവും യേശുക്രിസ്തുവിൽ മടങ്ങി വരവിൽ നൽകും എന്നതിൻ്റെ ഉറപ്പായി പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിട്ടുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം പറയുന്നു, അവൻ നമ്മെ മുദ്രയിടുകയും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവെന്ന അച്ചാരം നമ്മുടെ മേൽ തന്ന് അതായത് നമ്മുടെ കർത്താവ് നമ്മെ മുദ്രയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ സ്നാനമെടുക്കുവാൻ പോകുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഒറ്റയടിക്ക് സ്നാനമെടുക്കില്ല. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇനി ഈ ലോകം വേണ്ടെന്നും ലോകത്തിൻ്റെ മോഹങ്ങൾ വേണ്ടെന്നും ഇനി യേശു മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത്? മുഴുവൻ സ്നാനത്തിലേക്ക് പോകുന്നത്, പിന്നീട് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാം. 13-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ച വ്യക്തിയാണ് ഞാൻ, എന്നിട്ട് കളഞ്ഞ വ്യക്തിയാണ്. ഹല്ലേലൂയ. 31-ാമത്തെ വയസ്സിലാണ് യേശു എന്നെ തിരിച്ച് മടക്കി വിളിച്ചത്. ആ മടക്കി വിളിക്കുന്നതിൻ്റെ ലോകപരമായ എല്ലാ കാര്യാദികളിലും ജീവിക്കുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ ജീവിച്ചു. ഇനി ഒരിക്കലും യേശുവിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു. ലോകത്തിൽ ദൈവമെന്ന് നടിച്ചിരുന്ന എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി, എല്ലാത്തിനും നേർച്ച കൊടുത്തു, എല്ലാത്തിൻ്റെ മുന്നേ മുഴങ്കാൽ മടക്കി, എല്ലായിടവും ചെന്ന് തൊഴുതു. എനിക്കൊരു വിടുതലും സൗഖ്യത്തിനും വേണ്ടി കരഞ്ഞു. 31-ാമത്തെ വയസ്സിൽ യേശു 31-ാമത്തെ വയസ്സ് കഴിഞ്ഞ സമയത്ത്, അതായത് 31-32 വയസ്സായ സമയത്ത് കർത്താവ് എന്നെ വീണ്ടും തൻ്റെ വേലയ്ക്ക് വേണ്ടി ക്ഷണിച്ചതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ഒരു കൺവെൻഷൻ സ്ഥലത്ത് വെച്ചാണെങ്കിൽ
ആ നാളിൽ കർത്താവിനെ തിരിച്ച് മടങ്ങി വന്ന സമയത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇനി മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്താൽ മുഴുകൽ സ്നാനമെടുത്ത് ഇന്ന് നിങ്ങൾ കാണുന്ന രീതിയിൽ കർത്താവിനെ മാനിക്കുന്നതിന് കാരണം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തത് കൊണ്ടാണ്. ഇതിനകത്ത് കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന വ്യക്തികൾ, ദൈവത്തിൽ നിന്ന് മടങ്ങിപ്പോയ വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ആകണം. ഈ ലോകത്തിൽ നമ്മെ വിടിവിക്കുവാൻ, ഈ ലോകത്തിൽ നമ്മെ കരുതുവാൻ, ഈ ലോകത്തിൽ നമ്മെ താങ്ങുവാൻ ദൈവമെന്ന് പറയുന്നത് ഒരാൾ മാത്രമുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവങ്ങളെന്ന് അനേക പേരുണ്ടെങ്കിലും ജീവിക്കുന്ന ദൈവം, കൈവിടാത്ത ദൈവം, ഇന്നും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ഏക കർത്താവ് മാത്രമുള്ളൂ. ആ കർത്താവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ കർത്താവിനെ അറിഞ്ഞ നമ്മുടെ മേൽ ആര് വരും? നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്ന് നമ്മെ മുദ്രയിടും, നമുക്ക് വേണ്ടി അച്ചാരം കൊടുക്കും. നമ്മൾ കർത്താവിൻ്റെതാണെന്ന് കർത്താവ് തന്നെ പറയും. പരിശുദ്ധാത്മാവാം ദൈവം പറയും, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ മകനാണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെക്കുറിച്ച് സാക്ഷി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും, എവിടെ സഞ്ചരിച്ചാലും, ഏത് ലോകത്തിൻ്റെ അറ്റത്തോളം പോയാലും ദൈവപ്രവൃത്തി നിങ്ങളിൽ നിന്ന് വെളിപ്പെടും, മാറുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഭയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ പുറത്തുള്ള രാജ്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ, നമ്മളെ കൺമുന്നിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവർ ഏതൊക്കെ കൂട്ടുകെട്ടിൽ പോകുമെന്ന് നമുക്കറിയില്ല. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഭയമുണ്ടായിരുന്നു കാണും, പലരുടെയും ഭയമാണ്. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും കണ്ടിട്ട് വിളിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണ്. അവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് കർത്താവിനെ കൊടുക്കുവാൻ കഴിയുന്ന സമയത്ത് അവർക്ക് കർത്താവിനെ കൊടുക്കണം. അവരെ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അപ്പനെയും അമ്മയുടെയും കണ്ണ് ഏതുവരെ കാണാൻ പറ്റും? പകൽക്കാലം നമ്മുടെ അവിടെ കുഞ്ഞുള്ള സമയം അത്രയും കാണാം. അതിൽ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അവനെ കാണുന്നത് ആരാണ്? സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സുമാണ്. ഹല്ലേലൂയ. ഇനി അവൻ അല്ലെങ്കിൽ അവൾ കുറച്ചധികം ദൂരെ ചെന്ന് പഠിക്കുകയാണെങ്കിൽ അതും കാണില്ല. ഹല്ലേലൂയ. ഇപ്പം ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു മകനുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡൽഹിയിൽ പഠിക്കുന്ന ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. അവളെ അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുകയാണ്, മോനെ നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്ന സമയത്തും ഫോൺ എടുത്തിട്ട് എന്ത് പറയും? പപ്പാ ഞാനിവിടെ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഉറപ്പായും പറയുന്നു, നിൻ്റെ മകളുടെ മേൽ, നിൻ്റെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് അവനെ അല്ലെങ്കിൽ അവളെ നല്ല കൂട്ടുകെട്ടിലേ കൂട്ടുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ വഴിതെറ്റിപ്പോകുവാൻ, ആ കുഞ്ഞ് നശിച്ചു പോകുവാൻ, അപ്പനും അമ്മയും ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണെങ്കിൽ ആ തലമുറ നശിച്ചു പോകാൻ കർത്താവ് വിട്ടുകൊടുക്കില്ല. അവനെ തകർക്കുവാൻ ഈ ലോകത്തിലെ പല മോഹങ്ങളും പല പ്രതികൂലങ്ങളും വന്നാലും ആ കുഞ്ഞിനെ തകർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുകൊടുക്കില്ല, ദൂതന്മാർ വിട്ടുകൊടുക്കില്ല, കർത്താവ് വിട്ടുകൊടുക്കില്ല. ആ നല്ല കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ കർത്താവിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നിങ്ങളറിഞ്ഞ സത്യം ആർക്ക് കൊടുക്കണം? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പാതയിൽ വളർത്തണം. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ കൊടുക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. ഇത് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ കയറുമെന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ടറിയാം ഇന്നത്തെ തലമുറകളുടെ പോക്ക്. ഹല്ലേലൂയ. നിങ്ങളാകുന്ന മക്കളെയും ഞാൻ നോക്കുന്നുണ്ട്. പുറമേയുള്ള വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും എൻ്റെ മേൽ വരുന്നത് കൊണ്ട് ഓരോരുത്തരുടെ സങ്കടങ്ങൾ, ഓരോ വ്യക്തികളുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടാറുണ്ട്. നമുക്കൊന്നും കിട്ടിയില്ലായിരിക്കാം, ഇതിനകത്തിരിക്കുന്നവർക്ക് സമ്പത്തില്ലായിരിക്കാം, മറ്റ് സന്തോഷങ്ങളൊന്നും കിട്ടില്ലായിരിക്കാം. നമുക്ക് കിട്ടിയ തലമുറകളെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബ ജീവിതം സന്തോഷപരമായി തീരണം. നമ്മുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം. നിങ്ങളുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ കാണുവാൻ കഴിയില്ല. കാരണം നിങ്ങളോട് നിൽക്കുന്ന ആത്മാവ് നിങ്ങളെ വിട്ടു തരികയില്ല. ഹല്ലേലൂയ. മദ്യപാനത്തിനും വ്യഭിചാരത്തിനും ലോകപരമായ ജീവിതം നയിക്കുന്ന ഒരു തലമുറയുടെ മധ്യേ ഞാനിത് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് മുദ്രയിടട്ടെ. കർത്താവിൻ്റെ അച്ചാരത്തിനകത്ത് നിങ്ങളായിരിക്കട്ടെ. നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന വാഹനത്തെ
ഉപജീവന മാർഗത്തെ, കുടുംബജീവിതത്തെ, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ, നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ശോധന ചെയ്ത് കർത്താവ് നേരായ പാതയിൽ നിങ്ങളെ നടത്തും. നമ്മൾ തകർന്നു പോകാൻ കർത്താവ് വിട്ടുകൊരികയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ഇന്ന് മുതൽ കർത്താവിന് വേണ്ടിയായിരിക്കട്ടെ. അതേപോലെ പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ആരുടെ മേൽ വന്നു? കർത്താവിൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യവും മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിനകത്തും ഇതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ രൂപം പ്രാവെന്നല്ല. നമ്മുടെ എംബ്ലത്തിൻ്റെ അകത്തും പ്രാവിനെ വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട. പരിശുദ്ധാത്മാവിൻ്റെ രൂപം പ്രാവല്ല, പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നു. ഒരു ആശ്ചര്യമായ ഒരു നാമം അല്ലെങ്കിൽ സാദൃശ്യത്തിൽ പറയുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രാവെന്ന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞതിന് കാരണം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, പ്രാവ് നിഷ്കളങ്ക ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കത്വത്തിൻ്റെ ചിഹ്നമാണ് പ്രാവ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിപ്പിൻ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ എന്ത് ചെയ്യണം? നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ. എവിടെയൊക്കെ നിഷ്കളങ്കനായിരിക്കണം? ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന എല്ലാ സ്ഥലത്തും നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ. നമ്മളൊക്കെ പഠിച്ചൊരു പാഠമുണ്ട്, നമ്മൾ നിഷ്കളങ്കരായി ജീവിച്ചാൽ എന്ത് ചെയ്യും? മറ്റുള്ളവർ നമ്മുടെ തലയിൽ കയറി ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കുറച്ച് നിഷ്കളങ്കത്വം കൂടിയതുകൊണ്ട് ഒരുപാട് അവസ്ഥകളിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നും സന്തോഷിക്കുന്നു, ഞാൻ നിഷ്കളങ്കനായി തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അറിയുന്നതിന് മുന്നേ 1 പറഞ്ഞാൽ 2, 2 പറഞ്ഞാൽ 14 പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ഭയങ്കര ദേഷ്യമായിരുന്നു, ഭയങ്കര കോപമായിരുന്നു. അപ്പനോടും അമ്മയോടും മറ്റുള്ള ബന്ധുക്കളോടും ചർച്ചക്കാരോടും പോലും ഞാൻ എന്ത് പറയുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ എന്നെ കർത്താവ് ആദ്യം ചെയ്തത് നിഷ്കളങ്കത്വം എൻ്റെ മേൽ വരുത്തിയതാണ്. ഹല്ലേലൂയ. ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ കരയും. ആ രീതിയിലായി. അത് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങളോട് പിണങ്ങുമ്പോൾ, നിങ്ങളോട് പിടിവാശി കാണിക്കുമ്പോൾ നിങ്ങളും തിരിച്ചു ചെയ്താൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഹല്ലേലൂയ. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിന് ജഡത്തിൻ്റെ പ്രവൃത്തികൾ പറയുന്നുണ്ട്. കോപം, ദേഷ്യം, പക, പിണക്കം, ജാരശങ്ക, ഇതെല്ലാം എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ടെങ്കിൽ സാത്താന് നമ്മുടെ മേൽ അവകാശമുണ്ട്. ഹല്ലേലൂയ. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ഒന്നും കാണരുതെന്ന് ആരാഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിക്കാതെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ, പ്രാവിനെ പോലെ നിഷ്കളങ്കനാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ നാമത്തിൽ എന്നെ ജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ വരണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇത് നടക്കും. ഇനി ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ അറിയാതെ തിരിച്ചയാളോട് ദേഷ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചെന്നിരിക്കുക, ദൈവത്തോട് പറയുക, കർത്താവേ, അറിയാതെ ഇന്നും ആ തെറ്റിലേക്ക് ഞാൻ വന്നു. കർത്താവ്, ഈ സ്വഭാവം എനിക്ക് വേണ്ട, എനിക്ക് പൂർണ്ണ മാനസാന്തരം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാം കുഴപ്പം എന്താണ്? അമ്മ, അപ്പൻ, സഹോദരൻ, സഹോദരി, ബന്ധങ്ങൾ, ഭാര്യ, ഭർത്താവ്, ഇവരെല്ലാം കുഴപ്പക്കാരാണ് അല്ലേ? യഥാർത്ഥം അവരൊന്നുമല്ല കുഴപ്പക്കാരൻ, നമ്മളെ ഉള്ളിൽ ആ വിഷം കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം എടുത്തു മാറ്റിയാൽ അവർ നോർമലാകുന്നത് കാണുവാൻ കഴിയും. ഇനി അവർ നോർമലായില്ലെങ്കിൽ അവരുടെ സ്വഭാവം അവിടെ നിൽക്കും. അവരുടെ ഇടയിൽ നമുക്ക് നോർമലായി ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് തിരുവത്താഴ മേശ എടുത്ത നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രാവെന്ന സദൃശ്യത്തിലേക്ക് വരണം. അടുത്തത് താഴ്മ. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം
38 അധ്യായം അതിൻ്റെ 14 വാക്യം. ഞാൻ പ്രാവിനെ പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. താഴ്മയുള്ളതാണ് പ്രാവെന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. നമ്മൾ താഴേണ്ട സ്ഥലത്തെല്ലാം താഴണം. ഹല്ലേലൂയ. ഭാര്യമാരെ എല്ലാവരും ഒന്ന് എന്നെ നോക്കിയേട്ടെ. നിങ്ങളെല്ലാം ഭർത്താക്കന്മാരുടെ മുന്നേ താഴുന്നവരാണോ? ഇതാ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ആരും നോക്കണില്ല, നല്ല കുട്ടികളാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ നോക്കിയിട്ട് മസിൽ പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം എന്തെങ്കിലും അടുത്ത് ചോദിച്ച പ്രശ്നമല്ലേ? ഭർത്താക്കന്മാരുടെ മുന്നേ താഴണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് താഴ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ അടിമയല്ല, ഭാര്യയുടെ അടിമയല്ല. ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേരുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ, ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കുമ്പോൾ ഭാര്യയും ഭർത്താവിനും തുല്യ സ്ഥാനം ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴല്ല, പണ്ടുമുണ്ട്. ഹല്ലേലൂയ. ആ തുല്യസ്ഥാനത്ത് നിന്ന് വേണം പ്രവർത്തിക്കുവാൻ, തുല്യസ്ഥാനത്ത് നിന്ന് വേണം സംസാരിക്കുവാൻ. താഴ്മ ധരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭരിക്കുവാൻ കഴിയുന്ന വ്യക്തികളുടെ മുന്നേ താഴ്മ ധരിക്കണം. ക്രിസ്തുവിൻ്റെ സഭ അനുസരിച്ച് ക്രിസ്തു സഭാ പാസ്റ്റർ താഴെയാണ് വിശ്വാസികളാകുന്ന നിങ്ങളിരിക്കുന്നത്. അപ്പം അടിസ്ഥാനത്തിനകത്ത് നിങ്ങൾ നിൽക്കണം. രണ്ടാമത് കുടുംബത്തിനകത്ത് ക്രിസ്തു, നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ള സ്ഥലത്താണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. അത് ഭരിക്കുവാൻ കഴിയുന്നവൻ്റെ മുന്നേ താഴണം. നിങ്ങളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ ഭരിക്കുവാനുള്ള അവകാശം ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യാത്തതിന് എല്ലാത്തിനും തെറ്റു പറഞ്ഞ് ഭരിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഭരിക്കേണ്ടവരുടെ മുന്നേ എന്ത് ചെയ്യണം? കീഴടങ്ങി നിൽക്കണം. അത് പ്രാവിൻ്റെ സ്വഭാവമായി തിരുവചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവുള്ളവൻ അങ്ങനെ ജീവിക്കും. ഹല്ലേലൂയ. ഇനി വേഗത, പ്രാവിന് നല്ല വേഗതയുണ്ടെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 5:7, സങ്കീർത്തന പുസ്തകം 5 അധ്യായം 7 വാക്യം പറയുന്നു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന് നിങ്ങൾക്ക് പറന്നുപോയി വിശ്രമിക്കണമെങ്കിൽ ആരുടെ സ്വഭാവം കാണണം? പ്രാവുണ്ടായിരിക്കണം. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, കഴിഞ്ഞ നാളിൽ ഉണ്ടായതിനേക്കാൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷെ അതിനകത്ത് ഡിപ്രഷനാകാതെ, ടെൻഷനാകാതെ, സങ്കടത്തിലും വിഷമത്തിലും മാറിപ്പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. പണ്ടായിരുന്നെങ്കിൽ നമ്മളെതിരെ പ്രതികരിച്ചേനെ, പണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരോട് എതിരെ നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മൗനമായിരുന്നാലും ആ വിഷയത്തിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവുന്ന സ്വഭാവമാണ്. ഹല്ലേലൂയ. നമുക്ക് എതിർത്ത് നിൽക്കേണ്ട വ്യക്തിയുടെ മുന്നിൽ നിന്ന് പോലും നമ്മൾ വേഗത്തിൽ മാറിപ്പോകും. കർത്താവിനെ എറിയുവാനായി കല്ലെടുത്തപ്പോൾ കർത്താവ് അവിടെ നിന്ന് നീങ്ങിപ്പോയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാത്താനോ മനുഷ്യനോ ലോകമോ ഇടുന്ന പ്രതികൂലത്തിൻ്റെ മധ്യേ നിങ്ങൾ അകപ്പെടാതെ നിങ്ങളെ വേഗത്തിൽ മാറ്റുവാൻ പരിശുദ്ധാത്മാവാകുന്ന പ്രാവിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് പഠിപ്പിക്കണം. എന്നാൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭാരാധന അവസാനിപ്പിക്കാം. 1 ശമൂവേൽ എൻ്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് യഹോവയായ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ശമൂവേൽ പ്രവാചകൻ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്യുവാനായി പോകുകയാണ്. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തൻ്റെ അടുത്ത സ്ഥാനത്തേക്ക്, പൊസിഷനിലേക്ക് മാറ്റുന്നത് പ്രവാചകന്മാരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വഴിയാണ് തൈലക്കൊമ്പ്. തൈലക്കൊമ്പിനകത്ത് എണ്ണ നിറച്ച് അവർ പ്രാർത്ഥനയോടെ പോയി യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവ് പറയുന്ന വ്യക്തിയുടെ തലയുടെ മേൽ എന്ത് ചെയ്യും? ഈ എണ്ണയെ പകർന്ന് അവരെ അഭിഷേകം ചെയ്യും. അഭിഷേകം എന്ന് പറയുന്ന വാക്കിനർത്ഥം കുളി എന്നാണ്. നമുക്കൊക്കെ അറിയാമല്ലേ, സിനിമാ നടന്മാരൊക്കെ പാലിട്ട് കുളിപ്പിക്കുന്നതും അവരുടെ ഫോട്ടോയുടെ മേൽ പാലഭിഷേകമൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ കുളിയാണ്.
അത് മറ്റൊരു തരത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ഒരു രൂപേണ, അത് എണ്ണ എന്ന രൂപേണ ആ വ്യക്തിയുടെ മേൽ ഒഴിക്കുകയും ആ വ്യക്തിയെ രാജാവാക്കി മാറ്റുകയോ മറ്റെന്തെങ്കിലും തലത്തിലേക്ക് മാറ്റുന്ന ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മളിപ്പോൾ വായിച്ചു കേട്ട സ്ഥലത്ത് 1 ശമൂവേലിൻ്റെ പുസ്തകം അതിനകത്ത് 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവ് വെച്ച് അവനെ അഭിഷേകം ചെയ്ത് യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ശൗൽ എന്നാണ് രാജാവിൻ്റെ പേര്. യഹോവയായ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ തന്നെ ആദ്യമായി അഭിഷേകം കൊടുത്ത് രാജാവാക്കിയ വ്യക്തിയാണ്. ഹല്ലേലൂയ. താൻ ചെയ്ത തെറ്റു നിമിത്തം, ദൈവിക കൽപ്പനകൾ തെറ്റിയത് നിമിത്തം തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ രാജാവാക്കി നിയമിക്കുവാൻ ശമൂവേലിനെ തന്നെ ഏൽപ്പിക്കുകയും ശമൂവേൽ എന്ന് പറയുന്ന ഈ പ്രവാചകൻ കർത്താവ് പറഞ്ഞത് പ്രകാരം താൻ പോയി ഇസയായി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിനകത്ത് പോയി അവരുടെ ഭവനത്തിനകത്തായിരിക്കുന്ന ദാവീദ്, അത് അവരുടെ മകനായിരിക്കുന്ന ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അന്ന് അവിടെ പോയ സമയത്ത് ദാവീദിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ശമൂവേൽ പ്രവാചകൻ്റെ മുന്നേ ഇസയായി ആദ്യം ചെയ്ത് തൻ്റെ മക്കളെ, മുതിർന്ന മക്കളെയെല്ലാം അതിനകത്ത് കൊണ്ടാക്കി. അതായത് രാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ആ മക്കളെല്ലാം, തൻ്റെ മൂത്ത മക്കളെല്ലാം രാജകൊട്ടാരമായി ബന്ധമുള്ളവരാണ്. ഹല്ലേലൂയ. ഏറ്റവും അവസാനത്തെ മകനാണ് ദാവീദ്. പക്ഷേ ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അന്ന് കാട്ടിൽ ആടുകളെ മേയ്ക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവ് ശമൂവേൽ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നവരെല്ലാം വിളിച്ച് ശമൂവേലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കി. ശമൂവേൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും ശമൂവേൽ പ്രവാചകൻ എന്ത് ചെയ്യും? ഇതാണ് രാജാവെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ യഹോവയായ ദൈവം പറയും, ഇവനല്ല, നീ ഇവരുടെ രൂപമോ പൊക്കമോ നീളമോ വണ്ണമോ എന്ന് നോക്കരുത്, ഞാൻ പറയുന്നവനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഏറ്റവും ലാസ്റ്റിൽ എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാവരും തീർന്നപ്പോൾ ശമൂവേൽ ചോദിച്ചു, ഇനി ആരെങ്കിലും നിൻ്റെ മക്കളായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ്, ഇനി ഒരുവനുണ്ട്, അവൻ എവിടെയാണ്? ആടിനെ മേയ്ക്കുന്നതാണ്. വലിയ ഗുണമൊന്നുമില്ല, എന്താണ്, നമ്മുടെ ആടിനെയൊക്കെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറുക്കനാണ്. അപ്പം ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ അവനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ വന്ന സമയത്ത് യഹോവയായ ദൈവം പറഞ്ഞു, ഇവനാണത്, ഇവനെ അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. ഈ അഭിഷേകം എന്ന് പറയുന്ന സംഭവം, ഈ എണ്ണ എന്ന് പറയുന്ന സംഭവം ഒരുവൻ്റെ മേൽ വീണാൽ, അഭിഷേകം ഒരുവൻ്റെ മേൽ വീണാൽ ഈ അഭിഷേകം അവനെ മാറ്റും. മറ്റുള്ള സഹോദരന്മാരുടെ മുന്നേ, അപ്പൻ്റെ മുന്നേ വിലയും വേലയും പേരുമില്ലാത്ത ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണപ്പോൾ അടുത്ത നാളുകൾ അവൻ രാജാവായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കോൺഫറൻസിലും ഇനി അടുത്ത കോൺഫറൻസിലൊക്കെ പഠിക്കും. 7 തവണ 7 രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത്. 7 എന്ന് പറഞ്ഞ പൂർണ്ണതയാണ്. 7-ാം തവണ ഒരു വ്യക്തിയുടെ മേൽ വരുന്നതാണ് അഭിഷേകം. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരു വിളിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവ് വരുന്നവരെല്ലാം അഭിഷിക്തന്മാരല്ല. പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ ഉള്ളവരെല്ലാം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളവരെല്ലാം അഭിഷിക്തന്മാരല്ല. അഭിഷേകം ചുമക്കുവാൻ കർത്താവ് ചില പാത്രങ്ങളെ കരുതിയിട്ടുണ്ട്. ഒരുവൻ്റെ മേൽ അഭിഷേകം വീണാൽ അവൻ ചിലപ്പോൾ പ്രവാചക അഭിഷേകമാണെങ്കിൽ പ്രവാചകനായി തീരും. ദൈവം എന്താണോ അവനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്, അപ്പോസ്തല അഭിഷേകമാണെങ്കിൽ അപ്പോസ്തലനായി തീരും. അവനിനി അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തക്ക സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ആ അഭിഷേകം അവനെ ചലിപ്പിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, 13-ാമത്തെ വയസ്സിൽ എന്നെ ഡെൻസിൻ ഡാനിയൽ എന്ന് പറഞ്ഞ ദൈവദാസൻ ഓലത്താന്നി വിക്ടറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ദൈവസാന്നിധ്യത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇവിടെ ശുശ്രൂഷ ചെയ്യും. എൻ്റെ മേൽ വീഴുന്നത് ശുശ്രൂഷ അഭിഷേകത്തിൻ്റെ പുതപ്പാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഇടയ ശുശ്രൂഷയുടെ അഭിഷേകം എൻ്റെ മേൽ അന്ന് പകർന്നു. ഞാൻ അതെല്ലാം കളഞ്ഞിട്ട് പോയിട്ടും 31-ാം വയസ്സ് കഴിഞ്ഞപ്പം വീണ്ടും കർത്താവ് എന്നെ ക്ഷണിച്ച് ആ സ്ഥലത്ത് വെച്ച്, ആ ഗ്രൗണ്ടിലുള്ള ഒരു ഹാളിൽ വെച്ചാണ് ആദ്യമായി നമ്മൾ പ്രെയർ തുടങ്ങിയത്. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ അതിനകത്തേക്ക് പോകേണ്ട ആളല്ല. ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യമില്ല. എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ പാരമ്പര്യത്തിൽ ഒരു ദൈവദാസനോ എന്നെ വഴി നടത്തുന്ന വ്യക്തിയോ ഇല്ലാതിരിക്കെ ദൈവം തിരിച്ചു മടക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ആരുടെ മേലെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ചലിച്ചാൽ,
പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം ചലിച്ചാൽ, ദൈവാത്മാവ് എന്തിനാണോ നിങ്ങളുടെ മേൽ അത് നിറച്ചിരിക്കുന്നത്, അത് എന്തിനു വേണ്ടിയാണോ തന്നത്, ആ എണ്ണയുടെ പ്രതിഫലം ചെയ്തിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പോയാലും, ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും, ദൈവം ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും, ദൈവത്തോട് നിങ്ങൾ കൂറ് പുലർത്തിയില്ല എങ്കിലും, ദൈവഹിതമാണെങ്കിൽ ദൈവം തിരിച്ചു വിളിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് നിങ്ങൾ അഭിഷേകം ചെയ്തെങ്കിൽ ആ അഭിഷേകം നിങ്ങളുടെ മേൽ കിടക്കും. അത് തലമേൽ ആ അഭിഷേകം കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, അഹരോനും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, അഹരോനെയും തൻ്റെ പുത്രന്മാരെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ തൈലക്കൊമ്പിലുള്ള എണ്ണ ഒഴിച്ച് എന്ത് ചെയ്യണം? അവരെ അഭിഷേകം ചെയ്യണം. അങ്ങനെ മോശ എണ്ണ എടുത്ത് ഒഴിക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും അതുപോലെയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അഹരോൻ്റെ താടിയിലൂടെ അത് ഒലിച്ച് തൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പോളം എത്തി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരുവൻ അഭിഷേകത്താൽ നിറഞ്ഞാൽ, ഒരുവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാൽ, അവൻ്റെ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ ദൈവസാന്നിധ്യത്താൽ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു അഭിഷിക്തനാകണമെങ്കിൽ, കർത്താവ് നിങ്ങൾ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ നാളുകൾ ഇതിനകത്ത് അങ്ങനെ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രവചിച്ച് പറയുന്നു. ഇതിനകത്ത് ഒരു കൂട്ടം അങ്ങനെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും കർത്താവ് ഈ നാളുകൾ ഉറപ്പിക്കും. ഈ 4 മാസത്തിനുള്ളിൽ ഇതിനകത്ത് കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന വ്യക്തികൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം പറയുന്നു, നസ്രായന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. ഹല്ലേലൂയ. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി? നന്മ ചെയ്യുവാനും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുവാനും വേണ്ടി യേശുവിനെ അഭിഷേകം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിലും കർത്താവ് അഭിഷിക്തന്മാരാക്കി വെച്ചിരിക്കുന്നത് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്. പിശാച് ബാധിച്ചവരിൽ നിന്ന് പിശാചിനെ മാറ്റുവാനാണ്, രോഗികളെ സൗഖ്യമാക്കുവാനാണ്, വിടുതലും ശുശ്രൂഷകൾ ചെയ്യുവാനാണ്. ദൈവസഭ അതിനുവേണ്ടി മാറണം, ദൈവജനം അതിനുവേണ്ടി ഒരുങ്ങണം, അഭിഷിക്തന്മാർ അതിനുവേണ്ടി വില കൊടുക്കണം. ഹല്ലേലൂയ. നിൻ്റെ മേൽ കർത്താവ് എണ്ണ പകർന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണയുടെ വില നീ കൊടുക്കണം. നീ ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് പറയണം, കർത്താവ് എൻ്റെ മേൽ പകർന്ന എണ്ണയുടെ അഭിഷേകം വർദ്ധിപ്പിക്കണം, എന്നെ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നമ്മെ അഭിഷേകം ചെയ്യുന്നത് കർത്താവാണ്. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. ഈ അഭിഷേകം എന്ന് പറയുന്നത് ഒരു സമയം, ഒരു പ്രാവശ്യം നടക്കൂ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാവശ്യം അഭിഷേകം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ ഒരു പ്രാവശ്യം, ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് എന്ത് പകരുന്നത്? അഭിഷേകം പകരുന്നത്. ഹല്ലേലൂയ. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ഒരിക്കലാണ് അഭിഷേകം പറഞ്ഞത്. അവൻ രാജാവായി മാറി. മാസങ്ങളും വർഷങ്ങളൊക്കെ എടുത്ത് കാണും, പക്ഷെ രാജാവായി മാറി. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ ഒരു പ്രാവശ്യമാണ് അഭിഷേകം വീണത്. പൗത്രോസിൻ്റെ മേലും പൗലോസിൻ്റെ മേലും എല്ലാം ഒരു പ്രാവശ്യമാണ് അഭിഷേകം വീണത്. ഹല്ലേലൂയ. ഈ അഭിഷേകം വീണ വ്യക്തികൾക്ക് പിന്നീട് നടക്കുന്ന തുടർചലനത്തെ ആത്മനിറവെന്ന് പറയും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അഭിഷേകം വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും വീണ്ടും വീണ്ടും നിറയുന്നത് കണ്ടിട്ടില്ലേ? ഈ ആരാധന മധ്യേ നിങ്ങൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ നിറയുന്നത് ആത്മനിറവാണ്. ഹല്ലേലൂയ. ഈ ആത്മനിറവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ പർപ്പസിലേക്ക് നിങ്ങൾ കയറും. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവാണ് അഭിഷേകം ചെയ്യുന്നത്. ആ അഭിഷേകത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് ആത്മനിറവോടെ നിന്നെ കർത്താവ് ഇന്ന് കയറ്റുവാൻ പോകുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.